ഞങ്ങളടുത്തൊരു അമ്മ ഉണ്ട്, മാധവി എന്നാ പേര്. അവരെ 3 ആമക്കളും മരുമക്കളും എല്ലാവരും പോയതാ. അതിനൊന്നും വരാൻ വയ്യ. അതുകൊണ്ട് അത് നമ്മളെ അടുത്താണ് ഇപ്പോൾ. അത് എന്നോട് പറഞ്ഞിരിക്കണ് അതിന് തീരെ ഒന്നും കിട്ടിയില്ല, 2 ലക്ഷത്തിലൊന്നും കിട്ടിയില്ല. അപ്പോൾ അത് എന്നോട് ഇന്ന് പറയാൻ പറഞ്ഞ് കുട്ടികളുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇവിടുത്തെ ചെക്കന്മാരുടെ അടുത്തൊക്കെ പറഞ്ഞിരിക്കണം. ഞാൻ അതിൻ്റെ 3 ആമക്കളുണ്ടായത് മരുമക്കളും എല്ലാവരും പോയതാ. ആ ശ്രുതി എന്നൊക്കെ പറയൂ, അവരെ അച്ഛമ്മ. അപ്പോൾ അവർക്കൊന്നും കിട്ടിയില്ല, അത് ഒറ്റയ്ക്കാണ് ഉള്ളത്. അപ്പോൾ അവർക്ക് അങ്ങനെ കിട്ടാതിരുന്നാൽ ഭയങ്കര പ്രയാസത്തിലാണ്. അപ്പോൾ നമുക്ക് ഈ തൊഴിലുറപ്പിൻ്റെ പൈസ വെച്ചിട്ട് കിട്ടണോടാ. അതിപ്പോൾ അടുത്ത മാസം തൊട്ട് ഇനി അത് ഉണ്ടായില്ലെങ്കിൽ ഞങ്ങളെ കാര്യം ആകെ ഞങ്ങളെ കുഴഞ്ഞു പോകും. ഞങ്ങൾ മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്ക് മൈക്രോ പ്ലാനിലൂടെ സർക്കാർ 2 ലക്ഷം രൂപ നൽകാമെന്നാണ് അറിയിച്ചിരുന്നത്. അതായത് ഇവരുടെ തുടർ ജീവിതത്തിന് ഒരു ജോലി അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള കൃഷിയൊക്കെ നടത്തി മുന്നോട്ട് പോകാനുള്ള ആ ഒരു പദ്ധതിക്ക് വേണ്ടിയാണ് സർക്കാർ 2 ലക്ഷം രൂപ നൽകാമെന്ന് പ്രഖ്യാപിച്ചത്. എന്നാൽ ഇവർക്ക് ആർക്കും അത് കിട്ടിയിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. ചിലർക്ക് 1 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട്, ചിലർക്ക് 30,000 രൂപ കിട്ടിയിട്ടുണ്ട്, ചിലർക്ക് 32,000 രൂപ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ തുക മാത്രമാണ് ലഭിച്ചിരുന്നത്. എന്നാൽ പൂർണ്ണമായും 2 ലക്ഷം രൂപ നൽകിയിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. നമ്മളോട് ഇപ്പോൾ കുടുംബശ്രീ ജില്ലാ മിഷൻ ഓഫീസിന് വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി ദുരന്തബാധിതർ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇവരോട് തന്നെ എന്താണ് സംഭവിച്ചതെന്ന് ചേട്ടാ, എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ട്? ശരിക്കും കിട്ടിയ കുറച്ച് പേർക്ക് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ 3/4 ഭാഗം പേർക്ക് കിട്ടിയിട്ടുണ്ട്. എത്ര പേർക്ക് ഇത് കിട്ടാനുണ്ട്? ശരിക്കും നിങ്ങളുടെ ഒരു കണക്കുപ്രകാരം ആൾക്ക് കിട്ടാനുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് 32,500 റുപ്യന്റെ ഒരു തയ്യൽ മിഷൻ, ഈ മുപ്പർക്ക് 25,000 റുപ്യ കിട്ടിയിട്ടുള്ളൂ. ഈ ബാക്കിൽ ഇരിക്കുന്ന ആൾക്ക് 20,000 റുപ്യ കിട്ടിയിട്ടുള്ളൂ. അങ്ങനെ പലർക്കും, അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് ഇനിയും പൈസ കിട്ടാനാണ്. ചില ആൾക്കാർക്ക് 1 ലക്ഷം കയറിയിട്ടുണ്ട്, ചിലർക്ക് 50,000, ചിലർക്ക് അങ്ങനെ കുറേ പൈസ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് മൊത്തമായിട്ട് 2 ലക്ഷം അർഹതപ്പെട്ടവർക്ക് ഇതുവരെയും കയറിയിട്ടില്ല. ഇവർ പറയണേ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്, എല്ലാവർക്കും കൊടുത്തു. അർഹതപ്പെടാത്ത എവിടെയോ കിടക്കുന്ന ആൾക്കാർക്കൊക്കെ പൈസ കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതാണ് സാറേ, എനിക്കിപ്പോൾ 2 ലക്ഷം രൂപ അനുവദിച്ചില്ല, 1,75,000 രൂപ എനിക്ക് അനുവദിച്ചിട്ടുണ്ട് എന്നാണ് കേട്ടത്. അതിൽ എനിക്ക് 25,000 രൂപ കിട്ടിയിട്ടുള്ളൂ. ബാക്കി എന്ത് എവിടെ ചെയ്ത് അവർ തിന്നോ കൊണ്ടയോ അവരുടെ വീട്ടിലെ കൊണ്ടയോ അല്ലെ ആർക്കെങ്കിലും കൊടുത്തോ? അത് നിങ്ങൾ ചോദിച്ചില്ലേ? ചോദിച്ചില്ലേ? എത്ര വട്ടം ചോദിച്ചതാ? കളക്ടർക്ക് ഞാൻ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. കളക്ടർക്ക് അപേക്ഷ കൊടുത്തിട്ടുണ്ട്, രാജ മിനിസ്റ്റർക്ക് അപേക്ഷ കൊടുത്തു, ഇപ്പത്തെ മിനിസ്റ്റർക്ക് അപേക്ഷ കൊടുത്ത് ഒരു തീരുമാനം എനിക്ക് കിട്ടി. സിദ്ദിഖ് സാറിന്റെ കയ്യിൽ കൊടുത്തു. ഞാൻ കൊടുത്തിട്ട് അതിനൊരു തീരുമാനം ഇതുവരെ വന്നിട്ടില്ല. ഈ 25,000 രൂപ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ഇതൊക്കെ കളക്ടർ കൊടുത്ത അപേക്ഷയാ, അത് കൽപ്പറ്റ കളക്ടർ കൊടുത്ത അപേക്ഷയാ. ഇതാ കളക്ടർ കൊടുത്ത, രാജ മിനിസ്റ്റർക്ക് ഇതുപോലെ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. എനിക്ക് മൈക്രോ പ്ലാനിലെ പൈസ അനുവദിച്ച് തരണം, വേറെ ജീവിത മാർഗം ഒന്നുമില്ല ഞങ്ങൾക്ക്. കൽപ്പറ്റ ടൗണിൽ ഞങ്ങൾക്ക് പണിക്ക് പോകാൻ കഴിയില്ല. എന്തെങ്കിലും ചെയ്തിട്ട് എനിക്ക് മറക്കച്ചവടം ഉണ്ട്. പെട്ടിക്കട വരെ ഞാൻ വണ്ടി വാങ്ങി വിട്ടു, വേറെ ആളുടെ നിന്ന് പൈസ കടം വാങ്ങിയിട്ട് വണ്ടി വാങ്ങി വെച്ചിരിക്കുക. അതിൽ സാധനം വാങ്ങി മാത്രം ഇട്ട് വെച്ചിട്ട് കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടിക്കടയ്ക്ക് വേണ്ടി എല്ലാം എഴുതി ഫോമൊക്കെ എഴുതി കൊടുത്തതാ. അപ്പോഴാണ് പറഞ്ഞത് നിങ്ങൾക്ക് ഇത് പാസ്സാകൂലെന്ന്. എല്ലാം കൊടുത്തതാ ഫോമൊക്കെ. ഞങ്ങളടുത്തൊരു അമ്മ ഉണ്ട്, മാധവി എന്നാ പേര്. അവരെ 3 ആമക്കളും മരുമക്കളും എല്ലാവരും പോയതാ. അതിനൊന്നും വരാൻ വയ്യ. അതുകൊണ്ട് അത് നമ്മളെ അടുത്താണ് ഇപ്പോൾ. അത് എന്നോട് പറഞ്ഞിരിക്കണ് അതിന് തീരെ ഒന്നും കിട്ടിയില്ല, 2 ലക്ഷത്തിലൊന്നും കിട്ടിയില്ല. അപ്പോൾ അത് എന്നോട് ഇന്ന് പറയാൻ പറഞ്ഞ് കുട്ടികളുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇവിടുത്തെ ചെക്കന്മാരുടെ അടുത്തൊക്കെ പറഞ്ഞിരിക്കണം. ഞാൻ അതിൻ്റെ 3 ആമക്കളുണ്ടായത് മരുമക്കളും എല്ലാവരും പോയതാ. ആ ശ്രുതി എന്നൊക്കെ പറയൂ, അവരെ അച്ഛമ്മ. അപ്പോൾ അവർക്കൊന്നും കിട്ടിയില്ല, അത് ഒറ്റയ്ക്കാണ് ഉള്ളത്. അപ്പോൾ അവർക്ക് അങ്ങനെ കിട്ടാതിരുന്നാൽ ഭയങ്കര പ്രയാസത്തിലാണ്. അപ്പോൾ നമുക്ക് ഈ തൊഴിലുറപ്പിൻ്റെ പൈസ വെച്ചിട്ട് കിട്ടണോടാ. അതിപ്പോൾ അടുത്ത മാസം തൊട്ട് ഇനി അത് ഉണ്ടായില്ലെങ്കിൽ ഞങ്ങളെ കാര്യം ആകെ ഞങ്ങളെ കുഴഞ്ഞു പോകും. ഞങ്ങൾ ഇപ്പൊ എത്ര കുടുംബങ്ങളുണ്ട്? പ്രതിഷേധത്തിന് എത്ര കുടുംബങ്ങൾ? ഇപ്പൊ കുടുംബത്തിന് ഒരു 120 കുടുംബത്തിന്റെ മേലുണ്ട്. 130 കുടുംബത്തിന്റെ മേലുണ്ട്. എല്ലാവരും ഉണ്ട്, എല്ലാവരും വരാൻ നിൽക്കായിരുന്നു. ഇന്നിപ്പം മഴ കാരണം അങ്ങനെ ചെറിയ തടസ്സങ്ങൾ. എനിക്ക് മരത്തിന്റെ ബിസിനസ്സാണ് എനിക്കുള്ളത്. ഇവർ ഈ മൈക്രോ പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ട് ഒരു 25,000 രൂപയ്ക്ക് ഒരു ചെക്ക് തന്നെ എനിക്ക്, ഒരു മരം മുറിക്കാനുള്ള ഒരു മോട്ടോർ വാങ്ങാൻ. അല്ലാത്ത വേറെ സഹായങ്ങൾ എനിക്കൊന്നും കിട്ടിയിട്ടില്ല. ഈ പൈസ അങ്ങ് കിട്ടിയിട്ടേ ഞങ്ങൾ ഇവിടുന്ന് പോകണുള്ളൂ. അത് തന്നെയാണ്, ഇവർക്ക് പൈസ കിട്ടിയിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. പൈസ കിട്ടിയിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയോ? അതെ സാറേ, നടത്തിയിരുന്നു. എന്താ പറഞ്ഞു? അവർ പറഞ്ഞു ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഈ പൈസ കയറി വന്നിട്ടില്ല.
നമുക്കിപ്പോൾ വന്ന പൈസ പല കാറ്റഗറി തിരിച്ച് കൊടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഓൾറെഡി പൈസ അവരുടെ കയ്യിലില്ല. അത് വന്നതിന്റെ ശേഷം കൊടുക്കാമെന്നാണ് പറയുന്നത്. എത്ര ആൾക്ക് കിട്ടാനുണ്ട്? 178 പേർക്ക് തന്നെ കിട്ടാനുണ്ട്. പലർക്കും പല രീതിയിലാണ് പൈസ കിട്ടിയിരിക്കുന്നത്. 20,000 കിട്ടിയ ആളുണ്ട്, 30,000 കിട്ടിയ ആളുണ്ട്. പക്ഷേ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇവർക്ക് ഉപജീവന മാർഗം ചെയ്യണമെങ്കിൽ 2 ലക്ഷം രൂപ പാസ്സാക്കിയിട്ടുണ്ട്. ആ പൈസ ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. ഇവിടെ ഓഫീസർമാരോട് വന്ന് ചോദിക്കുമ്പോൾ പല ദിവസവും പല കാരണങ്ങൾ പറഞ്ഞ് നമ്മളെ തിരിച്ചുവിടുകയാണ് ചെയ്യുന്നത്. ചിലർക്ക് പൈസ കിട്ടിയിട്ടുണ്ട് എന്ന് ഇവർ പറയുന്നു. വളരെ ചുരുക്കം 5-8 പേർക്ക് മാത്രമേ 2 ലക്ഷം രൂപ കിട്ടിയിട്ടുള്ളൂ. എന്നാലോട്ട് ഒന്നും കിട്ടാത്ത ആളുകളുണ്ട്. ഈ രമേശിനൊന്നും 1 രൂപ പോലും കിട്ടിയിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകളുണ്ട്. ഇവിടെ നമ്മൾ പലതവണ വന്ന് കയറിയപ്പോഴൊക്കെ ഓരോ കാരണം പറഞ്ഞ് നമ്മളെ തിരിച്ചുവിടുകയാണ്. ഞങ്ങൾക്ക് ഇവിടെ വീടായിട്ടുണ്ട്, സമ്മശ്ശേരി തന്നെയാണ്. 178 വീട് ഇവിടെ ആയിട്ടുണ്ട്. ഞങ്ങൾ എന്ത് ചെയ്തിട്ടാണ് ഭക്ഷണം കഴിക്കുക? നമ്മൾ ചൂരൽമലയും മുണ്ടക്കലാകുമ്പോൾ പല തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ അവിടെ എല്ലാം പോയി ചെറിയ ജോലി ചെയ്ത് ജീവിക്കുന്ന ആളാണ്. അപ്പൊ അത്തരമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ഈ 2 ലക്ഷം പ്രഖ്യാപിച്ചത്. അത് തരാൻ ഈ ജില്ലാ മിഷന് വളരെയധികം ബുദ്ധിമുട്ടായിട്ടാണ് കാണുന്നത്. 2 വർഷമായിട്ട് തന്നില്ല. അപ്പൊ ഇതിനൊരു തീരുമാനമായിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോകുള്ളൂ. ബാക്കി എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പൊ അവരുടെ ഭാഗത്ത് നിന്ന് ഇനി എന്താണെന്ന് വരുന്നത് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കും. അത് തന്നെയാണ് ഇവർ ചിലർക്ക് മാത്രമാണ് 2 ലക്ഷം രൂപ കിട്ടിയത്. അത് 5-8 കുടുംബത്തിന് മാത്രം. എന്നാൽ ബാക്കി 178 കുടുംബങ്ങളിൽ ബാക്കി 170 കുടുംബങ്ങൾക്കും ഇതുവരെയും ഒരു തുക പോലും കിട്ടാത്തവരുണ്ട്. മാത്രമല്ല ഒരു 30,000 കിട്ടിയവരുണ്ട്, 1 ലക്ഷം കിട്ടിയവരുണ്ട്, അതിൽ താഴെ തുക കിട്ടിയവരുണ്ട്. ഇവരെങ്ങനെ മുന്നോട്ട് പോകും, എങ്ങനെ ജീവിതം മുന്നോട്ട് പോകും എന്നാണ് ഇവർ ചോദിക്കുന്നത്. ക്യാമറ പേഴ്സൺ സാജൻ ബേബിക്കൊപ്പം ഫൈസൽ അസീസ്, മീഡിയ 1, വയനാട്.